വെൽക്കം ടു ദ ചാനൽ മൂവിമാൻ. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് നമ്മുടെ വിൻവെളി നായകന്റെ തഗ് ലൈഫ് റിലീസ് ആയിക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു നമ്മുടെ അതിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണേണ്ട ഒരു കോമൺ മാൻ, ഒരു പടം കണ്ടിട്ട് ഒരു കോമൺ മാൻ നിങ്ങളോട് വന്ന ഒരു കാര്യം പറയുന്നു, അത്രയും വിചാരിച്ചാൽ മതി. അപ്പം പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ പെട്രോൾ കാശും എൻ്റെ ഒരു 2.5 മണിക്കൂറും എൻ്റെ പോപ്കോണിന്റെ പൈസയും പോയി ഗൈസ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്കൊരു ഡിസപ്പോയിൻമെന്റ് ആയിപ്പോയി. 38 വർഷത്തിന് മുമ്പ് മണിരത്നവും നമ്മുടെ കമലഹാസനും ചെയ്തൊരു കോംബോ വെച്ചിട്ട് അമ്മ ഇപ്പൊ വന്ന് ഒരു 50 വർഷം മുമ്പുള്ള ഒരു എന്നാ പറയുക, 50 തൊട്ടൊരു 30 വർഷം അല്ലെങ്കിൽ ഒരു 40 വർഷം ആ ഒരു ഇടവുള്ള ഒരു കഥ വെച്ചിട്ട് ഇന്നൊരു പിന്നെ ഇവിടെ വന്നായിരുന്നു. ഒരു 5ാം ലെവല് പടമാണ് ഇന്ന് ചെയ്തു വെച്ചേക്കുന്നത്. മീൻസ് അത് അന്ന് വിടേണ്ട കേസുള്ളൊരു എന്നാ പറയുന്ന ഒരു സ്റ്റോറിയാണ്. അത് പിന്നെയും പുള്ളി റീക്രിയേറ്റ് ചെയ്തുള്ള സെറ്റപ്പിൽ അമ്മ പിന്നെയും ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പം ടോട്ടലി പടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ പോയി കണ്ട പടമാണിത്. ഞാൻ കാണണമെന്ന് വിചാരിച്ചുള്ളൊരു പടമല്ലായിരുന്നു. കാരണം ഇതിൻ്റെ അകത്ത് മണിരത്നം, കമലഹാസൻ, പിന്നെ നമ്മുടെ ചിമ്പു, AR റഹ്മാൻ, ജിജു ജോർജ് മലയാളത്തിൽ നിന്ന്. അപ്പം മൊത്തത്തിൽ ഇത്രയൊരു സ്റ്റാർ കാസ്റ്റില് ഒരു പടം ഇറക്കുമ്പോൾ നമ്മളത് കാണാതിരിക്കരുത് എന്നുള്ളൊരു അതിൻ്റെയൊക്കെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ പോയി കണ്ടിട്ട് മൊത്തത്തിൽ എൻ്റെ ഇത് ഒരു കിളി വാരിപ്പോയ സിനിമയാണ്. പിന്നെ എന്ന് പറയാനായിട്ട് നിങ്ങൾ ഉറക്കമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ പടം പോയി കാണുക. നിങ്ങൾ സൂപ്പറായിട്ട് ഉറങ്ങപ്പെട്ടിരുന്നു. അപ്പോൾ അത് ഞാൻ ഗ്യാരണ്ടി പറയാം. ഉറക്കോളി മേടിച്ച് കാശ് കളയേണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതിലുള്ളൊരു പടമുണ്ട്. അതിന് നിങ്ങളൊരു 150 രൂപയ്ക്ക് ഉറങ്ങാൻ പോകുന്നുള്ള ഒരു സെറ്റപ്പിൽ AC ആയിട്ടുള്ള ഒരു തിയേറ്റർ ആകുമ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ പോപ്കോൺ കാര്യങ്ങളൊന്നും മേടിക്കേണ്ട, ഉറങ്ങുവാണുള്ളൂ. അതിനും കാശ് കളയണ്ട. അപ്പൊ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. പടം മൊത്തത്തിലൊരു മോശം പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് ഇതിൻ്റെ താഴെ കൊള്ളാന്ന് പറഞ്ഞാൽ ഒരു സിംബുവിൻ്റെ ക്യാരക്ടർ കൊള്ളാം. പുള്ളി എന്നാ പറയുന്നത്, കൂടുതൽ സാധനം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുകയാണെങ്കിൽ അത്ര ഉണ്ട്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് അത്രയേ പറയാനുള്ളൂ. പിന്നെ എൻ്റെ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫ് കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമയാണ്. മീൻസ് കണ്ടിരിക്കാൻ ഇങ്ങനെ നോർമലി കണ്ടിരിക്കും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, സെക്കൻഡ് ഹാഫും കൊണ്ട് പടം ഒരു വേറെ ലെവൽ, ഒരു വേറെ ഗ്രാഫ് മാറ്റും എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ചിന്തിച്ച് എൻ്റെ ഒരു മൈൻഡിൽ. അപ്പോൾ അതിനേക്കാളും അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ മൈൻഡിലേക്ക് എനിക്ക് തിരിച്ചു കിട്ടിയത്. സെക്കൻഡ് ഹാഫോട് മുതലാഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലാഗ് കൊണ്ട് നിറഞ്ഞൊരു പാർട്ടായിരുന്നു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് പിന്നെ ബെറ്ററാണ് സെക്കൻഡ് ഹാഫിനേക്കാളും അപേക്ഷിച്ച്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വിൻവെളി നായകൻ മോചിച്ചു എന്നുള്ള സെറ്റപ്പിലാണ് പറയാൻ പറ്റുള്ളൂ. എല്ലാവരും പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുക, എല്ലാം നിങ്ങളുടെ ചോയ്സാണ്. എനിക്കായാലും നമുക്ക് നോക്കാം വേറൊരു അടുത്തൊരു സിനിമയിൽ നമ്മളെ വിൻവെളി നായകൻ തിരിച്ചു വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനായിട്ട്, ഇത് നമ്മുടെ കമലഹാസൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മണിരത്നവും നമ്മുടെ കമലഹാസനും കൂടിയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെതായ പോരായ്മകൾ ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു പടം ടെക്നിക്കൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. ടെക്നിക്കൽ പരമായിട്ട് നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പടം. പിന്നെ അതിൻ്റെ അകത്തെ കുറച്ച് സംഭവം ഒരു ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വാച്ചബിൾ മൂവിയാണിത്. കാരണം ഡൽഹിയിലേക്ക് കുറച്ച് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ അകത്ത് ഫൈറ്റ് സീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫൈറ്റ് സീന് ഫസ്റ്റ് ഹാഫ് എടുക്കാം. ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഫൈറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങോട്ട് തുടർന്ന് പോകുമ്പോൾ വലിയ കാര്യത്തിന് നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പം അതൊരു അതിൻ്റെ അകത്തൊരു കുറവായിട്ട് തോന്നി. പിന്നെയെന്ന് പറഞ്ഞാൽ മ്യൂസിക്, നമ്മളെല്ലാവർക്കും അറിയാം AR റഹ്മാനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. ഇതിനു മുമ്പുള്ള പടങ്ങളിലൊക്കെ പുള്ളി ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ അകത്തോട്ട് വന്നപ്പോൾ, തഗ് ലൈഫിലോട്ട് വന്നപ്പോൾ പുള്ളിയുടെ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ടീസർ കണ്ടപ്പം അതിൻ്റെ അകത്ത് ഉള്ള ആ മ്യൂസിക്കിന് നമ്മുടെ പടത്തിലോട്ട് വന്നപ്പോൾ ഒരു ഇമ്പാക്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല. മ്യൂസിക് പരമായിട്ടും പടം ഫ്ലോപ്പാണ്. അപ്പം നമ്മുടെ തഗ് ലൈഫിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നത്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ഒപ്പീനിയൻ അത്രേ ഉള്ളൂ പറയുന്നുള്ളൂ. അപ്പം എല്ലാവരും പോയി സിനിമ പോയി കാണുക, തിയേറ്ററിൽ പോയി തന്നെ കാണുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അടുത്തൊരു സിനിമ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെയും ബൈ.